ശബരിമല മാസ്റ്റർ പ്ലാൻ. ശബരിമലയെ രാജ്യത്തെ ഏറ്റവും മികച്ച തീർത്ഥാടന കേന്ദ്രമായി വികസിപ്പിക്കുന്നതിന് 1033.62 കോടി രൂപയുടെ ശബരിമല മാസ്റ്റർ പ്ലാൻ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. ഇതിൽ ശബരിമല സന്നിധാനത്തിൽ വികസനത്തിനായി 778.17 കോടി രൂപയുടെയും പമ്പ മണപ്പുറത്തിന് വേണ്ടി 207.48 കോടി രൂപയുടെയും പമ്പ മുതൽ സന്നിധാനം വരെ നടപ്പാത വികസനത്തിന് വേണ്ടി 47.97 കോടി രൂപയുടെയും പദ്ധതികൾ ഉൾപ്പെടുന്നു. സർ, തീർത്ഥാടന കേന്ദ്രങ്ങൾ. കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്രത്തോട് ചേർന്ന് പിൽഗ്രിം ഹൗസും അമ്യൂണിറ്റി സെൻറ്ററും നിർമ്മിക്കാൻ 5 കോടി വകയിരുത്തുന്നു. ആറന്മുള വള്ളംകളിയുടെ പ്രധാന പവലിയൻ നിർമ്മാണത്തിന് 2 കോടി രൂപ വകയിരുത്തുന്നു. പമ്പാനദിയുടെ തീരത്ത് നടക്കുന്ന ആത്മീയ സംഗമമായ മാരാമൺ കൺവെൻഷനുമായും ആറന്മുള വള്ളംകളിയിലെയും ഇതര തീർത്ഥാടന കേന്ദ്രങ്ങളെയുമായും ബന്ധപ്പെടുത്തി തീർത്ഥാടന ടൂറിസം സൗകര്യങ്ങൾ കോഴഞ്ചേരി വികസിപ്പിക്കുന്നതിന് 3 കോടി രൂപ അനുവദിക്കുന്നു. സർ, കണ്ണൂരിൽ ഹജ്ജ് ഹൗസ് സ്ഥാപിക്കുന്നതിന് 5 കോടി രൂപ അനുവദിക്കുന്നു. സർ, വളരെയേറെ ടൂറിസ്റ്റുകൾ എത്തുന്ന വിവിധ തീർത്ഥാടന ടൂറിസം കേന്ദ്രങ്ങളിലെ സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി ടൂറിസം വകുപ്പിന് 20 കോടി രൂപ അധികമായി അനുവദിക്കുന്നു. MD പഠന കേന്ദ്രം. സർ, മലയാള ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും അഭിമാനമായിരുന്ന MD വാസുദേവൻ നായരുടെ സ്മരണകൾ നിലനിർത്തുന്നതിനായി തിരൂർ തുഞ്ചമ്പറമ്പിനോട് ചേർന്ന് സ്മാരകം നിർമ്മിക്കും. മലയാള ഭാഷയുടെ ചരിത്രത്തിനും സംസ്കാരത്തിനും പ്രാധാന്യം നൽകുന്നതും MDയുടെ ജീവിതവും കൃതികളും സംഭാവനകളും വരും തലമുറയ്ക്ക് പരിചയപ്പെടുത്തുന്ന വിധമുള്ള പഠനകേന്ദ്രമാവും സ്ഥാപിക്കുക. ഇതിനായി ആദ്യഘട്ടത്തിൽ 5 കോടി രൂപ അനുവദിക്കുന്നു. വൈക്കം സത്യാഗ്രഹ സ്മാരകം. ശതാബ്ദി പിന്നിട്ട വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്രവും പ്രാധാന്യവും വിശദമാക്കുന്ന സ്മാരകവും പഠനകേന്ദ്രവും വൈക്കത്ത് സ്ഥാപിക്കുന്നതിനായി ആദ്യഘട്ടമായി 5 കോടി രൂപ വകയിരുത്തുന്നു.